താങ്കൾ എത്ര മാർക്ക് നൽകും CPM-ന്റെ ഈ ലോക്സഭാ സ്ഥാനാർത്ഥി പട്ടികയ്ക്ക്? ഞാനൊരു 75% മാർക്കുണ്ട്. 75%. താങ്കൾക്ക് പോരാ എന്ന് തോന്നിയ സ്ഥാനാർത്ഥികൾ ആരൊക്കെയാണ്? എനിക്ക് എറണാകുളത്തെ സ്ഥാനാർത്ഥിയെ പറ്റി എനിക്ക് കൃത്യമായ ധാരണയില്ല. പിന്നെ അതുപോലെ തന്നെ AV ജയരാഘവനെ കാട്ടും ഒരുപക്ഷെ അവിടെ പാലക്കാട് നന്നാവുക, അവിടുത്തെ കുറച്ചും കൂടി ഒരു യങ്സ്റ്റർ ആയിട്ടുള്ള ഒരാളാന്നുള്ള ഫീൽ എനിക്കുണ്ട്. പക്ഷെ വിജയരാഘവൻ നല്ല സ്ഥാനാർത്ഥിയാണ്. കാസർഗോഡാണ് എനിക്കൊന്ന് ജയിക്കാൻ കുറച്ചുകൂടി ജയിക്കാൻ സാധ്യതയുണ്ടെങ്കിൽ ഞാൻ കുറച്ചുകൂടി ഉറപ്പാക്കാമായിരുന്നു മുസ്തഫ ആയിരുന്നെങ്കിൽ എന്ന് തോന്നുന്നു. അതർവൈസ് വളരെ നല്ല ലിസ്റ്റാണ്. താങ്കൾക്ക് വടകരയെ പറ്റി എന്താണ് പറയാനുള്ളത്? KK ശൈലജ ടീച്ചർ നിൽക്കുമ്പോൾ ഈ RMP ഫാക്ടറൊക്കെ മാറി മുരളീധരൻ മാജിക് ഒക്കെ മറന്ന് കിട്ടും എന്ന് തോന്നുന്നുണ്ടോ വടകര? അല്ല, വടകര അല്ലെങ്കിൽ ഇതാണ് LDF കിട്ടേണ്ട സീറ്റാണ്. ശൈലജ ടീച്ചർ അങ്ങനെ ഒരു എന്താ ഒരു അഡീഷണൽ ആയിട്ട് എഴുതി കൊടുക്കുന്നല്ലാതെ. കാരണം വടകര ബേസിക്കലി CPM-ന്റെ മണ്ഡലമാണ്. നിങ്ങൾ വടകര കൂത്തുപാമ്പ്, അതുപോലെ തന്നെ തലശ്ശേരി, പേരാമ്പ്ര, വടകര, പിന്നെ നാദാപുരം, അതിൽ ഈ കുറ്റ്യാടി നിയോജക മണ്ഡലം മാത്രമാണ് അങ്ങോട്ടും പണ്ടത്തെ മേപ്പയ്യൂരൊക്കെ അങ്ങോട്ടും ഇങ്ങോട്ടും ചാടി കളിക്കുന്ന മണ്ഡലം. അതർവൈസ് CPM-ന്റെ ഒരു കോട്ടയാണ്. അവിടെ CPM-ന് സംഭവിച്ചതെന്ന് വെച്ചാൽ ശ്രീദേവി രണ്ടാമത്തെ തവണ മത്സരിച്ച ഈ RMP ഫാക്ടറും പിന്നെ TP-യുടെ പദവും എല്ലാം കൂടി വന്നു. പിന്നെ മുസ്ലിം ലീഗും അത് മാത്രമല്ല, അതിന്റെ ഇടയ്ക്ക് ജനതാദൾ അപ്പുറത്തേക്ക് പോയല്ലോ. വീരേന്ദ്രകുമാർ UDF വിടേണ്ട സാധ്യത വന്നു. അവർക്ക് നല്ല സ്വാധീനമുള്ള മേഖലയാണ് അത്. അപ്പൊ അവര് ശക്തമായി രംഗത്ത് വന്നിട്ടുണ്ട്. ഇപ്പൊ ആണെങ്കിൽ വീരേന്ദ്ര ജനതാദളില് ഈ പറയുന്ന പോലെ LDF-ന്റെ കൂടെയാണ്. പിന്നെ രണ്ടാമത്തെ കാര്യം എന്ന് വെച്ചാല് ഈ പറയുന്ന പോലെ നമ്മുടെ ഈ കുറ്റ്യാടി ആ മേഖലയിലുള്ള മലയോര മേഖലകളിൽ നല്ല സ്വാധീനമുണ്ട്. ഈ പറയുന്ന പോലെ കേരള കോൺഗ്രസ് മാണിക്ക് അവരിപ്പോ LDF-ന്റെ കൂടെ, ഇതൊക്കെ UDF-ന് കിട്ടിക്കൊണ്ടിരുന്ന വോട്ടാ. അപ്പം LDF-ന് ഓൾറെഡി നല്ല സ്വാധീനമുള്ള അവർ ജയിക്കേണ്ട പ്രത്യേക സാഹചര്യങ്ങൾ കൊണ്ട് അവർ തോറ്റുപോയ മണ്ഡലത്തിൽ UDF-ന്റെ പ്രധാനപ്പെട്ട ഘടകകക്ഷി കൂടി അവിടെ വരികയും മുസ്ലിം ലീഗിന്റെ വോട്ട് എൻബ്ലോക്ക് അവരും കിട്ടിയതാണ്. പിണറായി വിജയനോട് ഒരു നല്ല ഗുഡ്വിൽ അടുത്ത കാലത്ത് ഉണ്ടായി വരികയും ചെയ്ത ഒരു സാഹചര്യത്തിൽ അപ്പൊ ശൈലയല്ല മറ്റേ അവർ ബിനീഷ് ഉണ്ടായിരുന്നു സഭയുടെ, അവനടുത്ത വടകര ഏരിയ കമ്മിറ്റി തോന്നുന്നു, വടകര അല്ല ONG ഏരിയ കമ്മിറ്റി സെക്രട്ടറിയാണ്. അവൻ മത്സരിച്ചാലും അവിടെ നല്ല ഭൂരിപക്ഷത്തിൽ ജയിക്കേണ്ടതാണ്. ഈ പൊന്നാനി കോട്ട KS ഹംസയ്ക്ക് കാക്കാൻ തിരിച്ചു പിടിക്കാൻ കഴിയുമെന്ന് തോന്നുന്നുണ്ടോ? മുസ്ലിം ലീഗിന്റെ ഒരു സർപ്രൈസ് കാൻഡിഡേറ്റ് ആണ് KS ഹംസ. കഴിഞ്ഞ വർഷമാണ് ലീഗ് പുറത്താക്കിയത്. ആ ഒരാളെ CPM സ്ഥാനാർത്ഥിയായി നിൽക്കുമ്പോൾ അവിടെ ഒരു മാജിക് പ്രതീക്ഷിക്കുന്നുണ്ടോ പാർട്ടി? അല്ല, സ്വാഭാവികമായിട്ട് അവിടെ കിട്ടിയ പിന്നെ ശ്രമിച്ചാൽ ജയിക്കാൻ പറ്റുന്ന ഒരു സീറ്റാണ് അവിടെ. കാരണം എന്ന് വെച്ചാൽ പണ്ടത്തെ പോലെ ലീഗിന് മേൽക്കൈയുള്ള സീറ്റല്ല. പരമാവധി 50,000 വോട്ട്. KT ജലീലിന്റെ പേരൊക്കെ കേട്ടിരുന്നു. ഇപ്പൊ മന്ത്രിമാരും MLA-മാരും ഒക്കെ മത്സരിക്കുന്നുണ്ട്. KT ജലീലിനെക്കാട്ടും മുന്നിൽ നിൽക്കുന്നുണ്ടോ ഹംസ? അല്ല, KT ജലീൽ ആയിരുന്നു അവിടെ കുറച്ചും കൂടി ഒരു കരിഷ്മയുള്ള നേതാവ്. പക്ഷെ KT ജലീൽ മത്സരിച്ചാലും ചിലപ്പോൾ LDF-ന് ഇത്തവണ പിന്നെ BJP ഒരു ടാക്ടിക്കൽ വോട്ട് ചെയ്യാനുള്ള സാധ്യത വളരെ കൂടുതൽ. അവരുടെ പ്രധാനപ്പെട്ട A ക്ലാസ് മണ്ഡലത്തിൽ വെച്ച് അവര് ഈ ദേശീയ തലത്തിൽ കോൺഗ്രസിന് 20 സീറ്റ് ഒതുക്കാൻ വേണ്ടി കേരളത്തിലെ സീറ്റ് ചുരുക്കാൻ അവർ ശ്രമിക്കും. അതിപ്പോ CPM-ഉം LDF-ഉം ഞങ്ങൾക്ക് വോട്ട് ചെയ്യരുത് അങ്ങോട്ട് പോയി അങ്ങനെ ഭീഷണിപ്പെടുത്തിയാലും അവർ ചെയ്യും. അപ്പൊ അങ്ങനെ അവർ ടാക്ടിക്കലി വോട്ട് ചെയ്യണം. ജലീലിന് വോട്ട് ചെയ്യാൻ അവർക്ക് കുറച്ചൊരു പാടുണ്ടാവും. കാരണം ജലീലിന്റെ ഒരു ബാക്ക്ഗ്രൗണ്ടിലൊക്കെ അവർ പലപ്പോഴും സംശയം പ്രകടിപ്പിച്ചിട്ടുണ്ട്. പക്ഷെ ഹംസ ആകുമ്പോൾ അവർക്ക് അതൊരു പ്രശ്നമാവില്ല. അപ്പൊ അതുകൊണ്ട് BJP ടാക്ടിക്കൽ വോട്ട് ചെയ്യുന്ന ഒരു സാഹചര്യമൊക്കെ വരുമ്പോൾ കുറച്ചുകൂടി നല്ല കാൻഡിഡേറ്റ് എനിക്ക് തോന്നുന്നു ഹംസ തന്നെയാണ്. ശരി, വളരെയധികം നന്ദി ശ്രീ ഫക്രുദ്ദീൻ അലി.